തമിഴ്നാട് തിരുപ്പൂരിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തു. 27 വയസ്സുള്ള റിധന്യയാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. സ്ത്രീധന പീഡനം വിവരിക്കുന്ന ഓഡിയോ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, 27 വയസ്സുകാരിയായ റിധന്യ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആത്മഹത്യ ചെയ്ത രീതിയിൽ കണ്ടെത്തിയത്. അതായത് അവരുടെ കാറിൽ വിഷം കഴിച്ച രീതിയിലായിരുന്നു ആത്മഹത്യ ചെയ്തത്. അതിനു പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഈ വലിയ സ്ത്രീധന പീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. 100 പവൻ സ്വർണവും 70 ലക്ഷം രൂപയുടെ കാറും സ്ത്രീധനമായി നൽകിയിട്ടും സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന് കാട്ടിക്കൊണ്ട് ഭർത്താവ് കെവിൻ കുമാറും അദ്ദേഹത്തിന്റെ വീട്ടുകാരും ചേർന്ന് നടത്തിയ ശാരീരിക മാനസിക പീഡനമാണ് റിധന്യയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. നേരത്തെ 2 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ സ്ത്രീധനം കുറഞ്ഞുപോയി എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷം അതൊരു സമ്മർദ്ദം എന്നുള്ള രീതിയിലേക്ക് മാറുകയും പിന്നീട് വലിയ ശാരീരിക മാനസിക പീഡനത്തിലേക്കൊക്കെയും ഇത് വഴിവെക്കുകയായിരുന്നു. പലതവണ റിധന്യ വീട്ടുകാരോട് പറഞ്ഞതാണ് ഇത്തരത്തിൽ വലിയ പീഡനമാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ലഭിക്കുന്നത്, ഒരു തരത്തിലും ഒത്തുപോകാൻ കഴിയില്ല എന്നടക്കമുള്ള പരാതി പറഞ്ഞു. പക്ഷേ എങ്ങനെയെങ്കിലും ഒരുമിച്ച് കഴിഞ്ഞു പോകണമെന്നുള്ളൊരു മറുപടിയാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായത്. ഒടുവിലാണ് 7 ആ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ, അതൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് ശേഷം എത്താം പ്രതികരണത്തിലേക്ക്. போலீஸோ வேற யாராச்சும் வந்து ஏதாவது சொன்னா நீங்க யாருக்காகவும் தலைக்குழிய வேண்டாம், இதை போட்டு காமிச்சிருங்க. என்னோட இந்த முடிவுக்கு என்னோட திருமண வாழ்க்கை தான் உண்மையான காரணமே, அவங்களும் அவங்க குடும்பம் தான் காரணமே. போதும், உடல் ரீதியாகவும் டார்ச்சர் அனுபவிச்சுட்டேன், மன ரீதியாகவும் டார்ச்சர் அனுபவிச்சுட்டேன். எனக்கு இது வேண்டாம் இந்த லைஃப். என்னோட இந்த முடிவுக்கு கவினும் ஈஸ்வரமூர்த்தியும் சித்ரா தேவியும் தான் காரணம். என் கல்யாண வாழ்க்கையே மோசமா போயிருச்சு. என்ன മണിച്ചിരിങ്ങപ്പാ, എന്നെ മണിച്ചിരിങ്ങമ്മ. മുഹമ്മദ് റഹീസ്, ഈ യുവതിയുടെ ഈ ദുരിതാവസ്ഥ അത് ഈ യുവതിയുടെ തന്നെ കുടുംബത്തിന് അറിയില്ലായിരുന്നോ മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, ഈ യുവതിയുടെ കുടുംബാംഗങ്ങൾക്കും ചില സുഹൃത്തുക്കൾക്കും ഈ വിവരം അറിയായിരുന്നു. പലതവണ ഈ 2 മാസമായി ഈ കുട്ടി ഈ വീട്ടുകാരോട് പറയുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഭർത്ത വീട്ടിൽ വലിയ പീഡനമാണ്, ശാരീരികമായും മാനസികമായും പീഡനം ഏൽക്കേണ്ടി വരുന്നുണ്ട്, തനിക്കിവിടെ ഒരു നിലയ്ക്കും നിന്നു പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോഴൊക്കെയും വിവാഹം ചെയ്തഴിച്ച വീടാണ്, ആ വീട്ടിൽ നിൽക്കണം, ഏത് വിധേനയും അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം, ഒക്കെയും സഹിക്കണം എന്നുള്ളൊരു മറുപടിയാണ് ഈ പെൺകുട്ടിക്ക് ലഭിച്ചത്. മറ്റൊരു ഓഡിയോ സന്ദേശത്തിൽ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പലപ്പോഴും എന്നോട് സഹിക്കാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് ഒരു നിലയ്ക്കും ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മാപ്പ് തരണം എന്ന് വീട്ടുകാരോടടക്കം ഓഡിയോ അയച്ചതിനു ശേഷം, വാട്സപ്പിൽ ഈ ഓഡിയോ സന്ദേശം അയച്ചതിനു ശേഷമാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ വിഷം കഴിച്ച് കാറിനുള്ളിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഈ പെൺകുട്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. വൈകിട്ട് ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ മൃതദേഹം കണ്ടെത്തുന്നത്. അതുവഴിയും ഈ ഓഡിയോ സന്ദേശം ഈ വീട്ടുകാർ കേട്ടിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭർത്ത വീട്ടിൽ നിന്നോ ഒരൊറ്റ ഫോൺ കോൾ പോലും ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അത്രയധികം ഈ പെൺകുട്ടിയെ വളരെയധികം നെഗ്ലക്റ്റ് ചെയ്ത് യാതൊരു പരിഗണനയും ആ വീട്ടിൽ നൽകാതെയാണ് ഇത്രയും നാൾ ഈ കുട്ടി 2 മാസത്തോളം ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അതും ഇത്ര ഭീമമായ ഒരു തുകയും ആ ഒരു തുക കണക്കിലാക്കിയാൽ 1.5 കോടിയിലധികം വരുന്ന സ്വത്തുക്കളാണ് ഇവർക്ക് സ്ത്രീധനമായി നൽകിയിരിക്കുന്നത്. അത് കുറഞ്ഞുപോയി എന്ന് കാട്ടിക്കൊണ്ടാണ് ഈ ഭർത്താവും ഭർത്ത വീട്ടുകാരും ഒക്കെയും പീഡനം നടത്തിയിരിക്കുന്നത്. പലതരത്തിൽ നേരത്തെ അയച്ച മെസ്സേജുകളൊക്കെയും സുഹൃത്തുക്കളടക്കം ഇപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും ഈ ഭർത്താവിന്റെ അച്ഛനെയും ഒക്കെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം സ്റ്റേഷന് പുറത്ത് നടക്കുന്നുണ്ട്. ഈ ഭർത്താവിനെ അടിക്കാനൊക്കെയും ബന്ധുക്കൾ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, ശരി. മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.